ഇന്ത്യൻ കോള വാർ. നമ്മൾ പല യുദ്ധങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ കോള കമ്പനികളും, അതായത് പെപ്സി, കൊക്കക്കോള തുടങ്ങിയ കമ്പനികളും ഇന്ത്യൻ സർക്കാരും തമ്മിൽ ഒരു സീരീസ് ഓഫ് ഫൈറ്റ്സ് ഉണ്ടായിരുന്നു. അത് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ കോള വാർ എന്നാണ്. മത്സരവും രാഷ്ട്രീയവും സംഘടനവും ഗൂഢാലോചനയും എല്ലാമുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു ഇന്ത്യൻ കോള വാർ. ഈ യുദ്ധത്തിൽ സർക്കാർ പല നിയമങ്ങളും ഉണ്ടാക്കി. കോള കമ്പനികളെ തകർക്കാൻ ഗൂഢാലോചന വരെ നടത്തി. അവസാനം വളരെ കുറച്ച് ബ്രാൻഡുകൾക്ക് മാത്രമേ ഇവിടെ സർവൈവ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഏത് സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ഇഷ്ടം? അതോ നിങ്ങൾ ഇനി സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കാത്തവരാണോ? എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏതായാലും കൊക്കക്കോള, പെപ്സി, തംസപ്പ് ഇവയിൽ ഏതാണ് നല്ലതെന്നോ നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്നോ അല്ല ഇന്നത്തെ വിഷയം. ഈ സോഫ്റ്റ് ഡ്രിങ്കുകൾ നമുക്കിടയിൽ സ്ഥാനം പിടിക്കാൻ അവർ നടത്തിയ പോരാട്ടങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പല മത്സരത്തിൻ്റെ കഥകളും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഇന്ത്യൻ കോള വാർ എല്ലാത്തിനേക്കാളും രസകരമായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് റെട്രോ ഫോക്കസ് വിത്ത് ഫിനു. ഇന്ത്യയിൽ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ തുടക്കം കുറിച്ചത് കൊക്കക്കോളയും പെപ്സിയും ഒക്കെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതങ്ങനെ അല്ല. കൊക്കക്കോള അവരുടെ ആദ്യത്തെ ഡ്രിങ്ക് സെർവ് ചെയ്തത് 1886 ഇന്ത്യയിൽ 1837 തന്നെ മുംബൈയിൽ വെച്ച് ഹെൻറി റോജേഴ്സ് എന്ന ഒരു കെമിസ്റ്റ് റോജേഴ്സ് എന്ന പേരിൽ ഒരു ക്ലബ് സോഡ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയിരുന്നു. ഈ ഡ്രിങ്ക് പോപ്പുലർ ആവുകയും ബ്രിട്ടീഷുകാർക്കിടയിൽ ഒരു ലക്ഷറി ഐറ്റമായി മാറുകയും ചെയ്തു. പിന്നീട് ഏകദേശം 28 വർഷത്തോളം റോജർ സോഡ ആ ഒരു മേഖലയിലെ ഒരേ ഒരു രാജാവായി തുടർന്നു. പിന്നീട് 1865 റോജർ സോഡയ്ക്ക് വിപണിയിലെ ആദ്യത്തെ ഒരു എതിരാളി വരുന്നത്. അതിൻ്റെ പേരാണ് പല്ലോഞ്ചി സോഡ. ഈ രണ്ട് സോഡകളുടെയും വിജയം കണ്ട് ബിസിനസ്സുകാരായ കുറച്ച് പാഴ്സികൾ 1884 അർദഷീർ എന്ന പേരിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കി. പല്ലോഞ്ചി സോഡയ്ക്ക് ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആവുകയും ചെയ്തു. പിന്നീട് 1889 ഡൂക്ക് സോഡയും മാർക്കറ്റിലെത്തി. ഇതേ കാലഘട്ടത്തിൽ തന്നെ US കൊക്കക്കോളയും ലോഞ്ച് ചെയ്തു. അതാണെങ്കിൽ അമേരിക്കൻസിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇടം പിടിക്കാൻ അവർക്ക് പിന്നെയും 2-3 ദശാബ്ദങ്ങൾ വേണ്ടി വന്നു. ഇതിനിടയിൽ ഇന്ത്യയിൽ ഒരുപാട് ലോക്കൽ സോഡ ബ്രാൻഡുകൾ വന്നു. അങ്ങനെ വന്നതാണ് നമ്മുടെ ഗോലി സോഡ. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ ചെറുതും വലുതുമായ എല്ലാ നഗരങ്ങളിലും ലഭിക്കാൻ തുടങ്ങി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് വന്നാൽ കൊക്കക്കോളയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവേശിക്കാനുള്ള ഒരു വലിയ അവസരം വന്നു. ഇന്ത്യയിലാണെങ്കിൽ ഓൾറെഡി ലോക്കൽ സോഡ ബ്രാൻഡുകൾ തമ്മിലുള്ള മത്സരം ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് കൊക്കക്കോള വരുന്നത്. 1950 കൊക്കക്കോള അവരുടെ ആദ്യത്തെ പ്ലാന്റ് ഡൽഹിയിൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഇരിക്കെ സോഫ്റ്റ് ഡ്രിങ്കിന്റെ ഈ മാർക്കറ്റ് മനസ്സിലാക്കിയ പാർലെ ഗ്രൂപ്പും കൊക്കക്കോള ലോഞ്ച് ചെയ്ത അതേ വർഷം തന്നെ അവരുടെ സ്വന്തം കോള പുറത്തിറക്കി. പാർലെ ആ സമയത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവർ കൊക്കക്കോളയ്ക്ക് ഒരു ശക്തമായ കോമ്പറ്റീറ്റർ ആയിരുന്നു. പക്ഷെ പാർലെ ഈ കോളയുടെ കാര്യത്തിൽ ചെയ്ത 1-2 കാര്യം കൊക്കക്കോളയെ വല്ലാതെ ചൊടിപ്പിച്ചു. അത് പാർലയുടെ പുതിയ കോളയുടെ പേരും അവരുടെ പാക്കിങ്ങും ആയിരുന്നു. പാർലെ അവരുടെ ആദ്യത്തെ കോളയ്ക്ക് അവരുടെ സക്സസ്ഫുൾ ബിസ്ക്കറ്റായ ഗ്ലൂക്കോയെ അനുസ്മരിപ്പിക്കുന്ന ഗ്ലൂക്കോ കോള എന്ന പേരാണ് ഇട്ടത്. ഈ ഗ്ലൂക്കോ കോള എന്ന പേരാണെങ്കിലോ കൊക്കക്കോളയുടേതുമായി വളരെ സാമ്യമുള്ളതായിരുന്നു. ഒപ്പം അവരുടെ ബോട്ടിലിങ്ങും വളരെ സിമിലർ ആയിരുന്നു. കൂടാതെ അവർ ബ്രാൻഡിങ് ചെയ്യാൻ ഉപയോഗിച്ച ഫോണ്ടിന്റെ സ്റ്റൈലും കൊക്കക്കോളയുടേത് പോലെയായിരുന്നു. അവരുടെ കസ്റ്റമേഴ്സ് ഗ്ലൂക്കോ കോളയിലേക്ക് മാറുമെന്നും കൊക്കക്കോളയ്ക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ട് പേര് മാറ്റാൻ പാർലയുടെ പേരിൽ അവർ കേസ് ഫയൽ ചെയ്തു. കേസ് കൊടുത്തതിന്റെ ഫലമായി പാർലെ അവരുടെ ഗ്ലൂക്കോ കോളയുടെ പേര് മാറ്റി. എന്നാലും കൊക്കക്കോളയുടെ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും ഉണ്ടായില്ല. കാരണം പാർലെ ഈ ഡ്രിങ്കിന്റെ പേര് മാറ്റിയത് പാർലെ കോള എന്നായിരുന്നു. ഈ കമ്പനികൾ തമ്മിലുള്ള തർക്കം ഏകദേശം 2 വർഷത്തോളം നീണ്ടു. ഒടുവിൽ പാർലെ പരാജയം സമ്മതിക്കുകയും സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിനോട് വിട പറയുകയും ചെയ്തു. പക്ഷേ ഇത് പാർലയുടെ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിന്റെ അന്ത്യമായിരുന്നില്ല. അവർ ഈ വിപണിയിൽ തന്നെ നിലനിൽക്കാനും എന്നാൽ ഡയറക്റ്റ് കൊക്കക്കോളയുമായി മത്സരിക്കാതിരിക്കാനുമുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയായിരുന്നു. അതിന്റെ ഭാഗമായി 1952 ഗോൾഡ് സ്പോട്ട് എന്ന പേരിൽ ഓറഞ്ച് ഫ്ലേവറുള്ള ഒരു സോഡ അവർ ലോഞ്ച് ചെയ്തു. ഓറഞ്ച് നിറത്തിലുള്ള ഈ ഒരു ഡ്രിങ്ക് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടെങ്കിലും യുവാക്കൾക്കിടയിൽ വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള 10 വർഷത്തോളം കൊക്കക്കോള തന്നെയായിരുന്നു വലിയൊരു വിഭാഗം ഇന്ത്യക്കാരുടെയും ആദ്യത്തെ ചോയ്സ്. ഇന്നത്തെ അവരുടെ ഏറ്റവും പ്രധാന എതിരാളിയായ പെപ്സിയും കൊക്കക്കോളയോട് മത്സരിക്കാനായി ആ സമയത്ത് വിപണിയിലെത്തി. പക്ഷെ ആളുകൾക്കിടയിൽ കൊക്കക്കോളയുടെ ക്രേസ് കുറയ്ക്കാൻ പെപ്സിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പെപ്സിയുടെ നഷ്ടം കൂടിക്കൂടി വന്നു. ഒടുവിൽ 1962 പെപ്സിക്ക് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു. ഇവിടെ കൊക്കക്കോളയുടെ വിപണി പിടിച്ചെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പാർലെയും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് പാർലെ കോളയ്ക്ക് ശേഷം കോളയുടെ രുചിയുള്ള പാനീയങ്ങളൊന്നും വീണ്ടും പുറത്തിറക്കാൻ പാർലെയും ശ്രമിച്ചിട്ടില്ല. ഗോൾഡ് സ്പോട്ടിന്റെ ജനപ്രീതിക്ക് ശേഷം പാർലെ 1971 ലിംക വിപണിയിലെത്തിച്ചു. അതിന് നാരങ്ങയുടെ രുചിയായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ വേനൽക്കാലത്ത് നാരങ്ങ വെള്ളം കുടിക്കാൻ ആളുകൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ലിംക വളരെ വേഗത്തിൽ വിപണിയിൽ ഇടം നേടി. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മറുവശത്ത് നോക്കുകയാണെങ്കിൽ കൊക്കക്കോള അവരുടെ പ്രത്യേക കോള ഫ്ലേവറിൽ വിപണിയിലെ രാജാവായി തന്നെ തുടർന്നു. ഇന്ത്യയിൽ നമ്പർ 1 ഇത്രയും ഉന്നതിയിൽ കൊക്കക്കോള എത്തിയെങ്കിലും അവർ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത അവരുടെ സാമ്രാജ്യം നഷ്ടപ്പെടുകയും ഒരിക്കൽ അവരെ ഇന്ത്യയിൽ നിന്ന് വേരോടെ പിഴുതെറിയുകയും ചെയ്തു. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇവിടെ വരെ എത്തിയെങ്കിൽ
ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ 1973 ആയപ്പോൾ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അഥവാ ഫെറ നടപ്പിലാക്കി. നമ്മുടെ രാജ്യത്തിന്റെ പണം വലിയ അളവിൽ പുറത്തേക്ക് പോകാതിരിക്കാൻ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന വിദേശ കമ്പനികൾ 40% കൂടുതൽ ഓഹരി കൈവശം വെക്കാൻ പാടില്ലെന്ന ഒരു നിയമം കൊണ്ടുവന്നു. സുഹൃത്തുക്കളെ, കൊക്കക്കോള ആണെങ്കിലോ 100% വിദേശ ഇക്വിറ്റിയോടെയാണ് അവരുടെ ബിസിനസ് നടത്തിയിരുന്നത്. അതുകൊണ്ട് അവരുടെ 60% ഉപേക്ഷിക്കുക എന്നത് അവർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. കൂടാതെ ഏകദേശം 2 പതിറ്റാണ്ടോളം ധാരാളം പണവും പരിശ്രമവും ചെലവഴിച്ചാണ് കൊക്കക്കോള ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ കഠിനാധ്വാനങ്ങളെല്ലാം പാഴാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നും മടങ്ങുക എന്നത് കൊക്കക്കോളയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻ അല്ലായിരുന്നു. അതിനാൽ കമ്പനി സർക്കാരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷെ അതിനിടയിൽ 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതോടെ കുറച്ചു നാളത്തേക്ക് എല്ലാം സ്തംഭിച്ചു. സർക്കാരിന്റെ സമ്മർദ്ദം കാരണം കൊക്കക്കോള അവരുടെ മാർക്കറ്റ് ഷെയർ ഒരു പരിധി വരെ കുറയ്ക്കാൻ തുടങ്ങി. ഈ അവസരം മുതലെടുത്ത് പാർലെ അവരുടെ ഷെയർ വർദ്ധിപ്പിക്കാനും തുടങ്ങി. ഇനി 1976 പോയാൽ പാർലെ മാമ്പഴത്തിന്റെ രുചിയുള്ള മാസ എന്ന ശീതളപാനീയം പുറത്തിറക്കി. ഒരു വലിയ ഹിറ്റായി മാറി. പിന്നീട് അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നു. തുടർന്ന് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. മൊറാർജി ദേശായി പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. കൂടാതെ ജോർജ് മാത്യു ഫെർണാണ്ടസ് വ്യവസായ മന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. അതിനുശേഷം കൊക്കക്കോളയുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. പുതിയ സർക്കാർ ലോക്കൽ ബ്രാൻഡുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ കൊക്കക്കോള ഇന്ത്യയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഓഹരികൾ 40% കുറയ്ക്കണമെന്നും ബാക്കി 60% ഏതെങ്കിലും ഒരു പ്രാദേശിക പങ്കാളികൾക്ക് നൽകണമെന്നും അവർ കൊക്കക്കോളയോട് പറഞ്ഞു. അതും കൂടാതെ അവരുടെ ശീതളപാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സീക്രട്ട് ഫോർമുലയും സർക്കാർ ആവശ്യപ്പെട്ടു. സുഹൃത്തുക്കളെ, 40% ഓഹരിയുടെ കാര്യം മാത്രമായിരുന്നെങ്കിൽ ഓക്കെ, ഒരുപക്ഷെ കൊക്കക്കോള അത് സമ്മതിച്ചേനെ. പക്ഷെ അവരുടെ സീക്രട്ട് ഫോർമുല പങ്കുവയ്ക്കുന്നതിലും നല്ലത് ഇന്ത്യ വിട്ടുപോകുന്നതാണെന്ന് അവർ മനസ്സിലാക്കി. ഇവിടെയാണെങ്കിൽ എന്ത് സംഭവിച്ചാലും കൊക്കക്കോള അവരുടെ രഹസ്യ ഫോർമുല ഒരിക്കലും നൽകില്ലെന്നും അങ്ങനെ അവർ രാജ്യം വിട്ടുപോകുമെന്നും ഗവൺമെന്റിന് നന്നായി അറിയാമായിരുന്നു. അവസാനം ഇതാണ് സംഭവിച്ചത്. 1977 കൊക്കക്കോള അവരുടെ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതിനുശേഷം സർക്കാരിന് എന്തെങ്കിലും ലാഭം ഉണ്ടായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം കൊക്കക്കോള ഇന്ത്യയിൽ ലഭ്യമാകാതെ വന്നപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്താൻ തുടങ്ങി. എന്നിട്ട് 3 ഇരട്ടി വിലയ്ക്ക് ഇവിടെ വിൽക്കാനും തുടങ്ങി. കൊക്കക്കോളയെ ചുറ്റിപ്പറ്റിയുള്ള ഈ പ്രശ്നങ്ങളും പബ്ലിക്കിന്റെ ഡിമാൻഡും മനസ്സിലാക്കിക്കൊണ്ട് കൊക്കക്കോളയുടെ മാതൃകയിൽ സർക്കാർ സ്വന്തമായ ഒരു കോള ബ്രാൻഡ് പുറത്തിറക്കി. 77 എന്നായിരുന്നു അതിന്റെ പേര്. സർക്കാർ കോള എന്നും ഇത് അറിയപ്പെട്ടു. ഇത് വികസിപ്പിച്ചെടുത്തത് മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത് കൊക്കക്കോളയ്ക്ക് പകരമായി നിർമ്മിച്ചതാണെങ്കിലും അതിന്റെ രുചി കൊക്കക്കോളയുടെ ടേസ്റ്റിന്റെ 7 അയലത്ത് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ സോഫ്റ്റ് ഡ്രിങ്കിന് വലിയ പ്രചാരം നേടാൻ കഴിഞ്ഞില്ല. അതായത് കൊക്കക്കോളയ്ക്ക് ബദലായി കോള അവതരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ചുരുക്കം. ഇതുകൂടാതെ കൊക്കക്കോളയുടെ കുപ്പികൾ നിർമ്മിക്കുകയും കമ്പനിയുടെ മൊത്തം സെയിൽസും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പ്യുവർ ഡ്രിങ്ക് എന്ന കമ്പനി കൊക്കക്കോള ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരുന്നു. ആളുകൾക്ക് കൊക്കക്കോളയോടുള്ള ക്രേസ് കണ്ട് പ്യുവർ ഡ്രിങ്ക്സ് ഉടമ ചരൺജിത് സിംഗ് സ്വന്തമായ ഒരു കോള ഡ്രിങ്ക് ഇറക്കുന്നതിനെ പറ്റി ആലോചിച്ചു. കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയത് കൊണ്ട് ഇനി ഒരു റിസ്ക് എടുക്കാതെ പറ്റില്ല എന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ 1977 പ്യുവർ ഡ്രിങ്ക്സ് കാമ്പക്കോള പുറത്തിറക്കി. ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ പോപ്പുലറായി. കൊക്കക്കോള ഇന്ത്യ വിട്ടുപോയതായി കണ്ടപ്പോൾ കൊക്കക്കോളയുടെ മാർക്കറ്റിൽ നിന്ന് അകന്നു നിന്നിരുന്ന പാർലെ കോള വിപണിയിൽ വലിയൊരു അവസരം കണ്ടു. അങ്ങനെ 1977 ഒരു പുതിയ ഡ്രിങ്കായ തംസപ്പ് ലോഞ്ച് ചെയ്തു. ഇന്ത്യക്കാരുടെ അഭിരുചിക്കനുസരിച്ച് നാടൻ സ്പൈസസും ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്ത് അവർ തംസപ്പ് ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. തംസപ്പിനെ ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് കമ്പനിക്ക് പോലും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഈ ഒരു കോളയുടെ രുചി ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പാർലയുടെ ഈ ഒരു ഉൽപ്പന്നം ഇൻസ്റ്റന്റ് ഹിറ്റായി മാറുകയും ചെയ്തു. ഈ വിപണിയിൽ ഒന്നാമതെത്താൻ കാമ്പക്കോള അവരുടെ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ വില കുറച്ചുകൊണ്ട് പ്രൈസ് വാർ ആരംഭിച്ചു. എന്നാൽ തംസപ്പ് അവിടെ പുതിയൊരു തന്ത്രമാണ് സ്വീകരിച്ചത്. അതായത് നേരത്തെ 200 ml തംസപ്പ് ലഭിച്ചിരുന്ന അതേ വിലയിൽ തന്നെ 250 ml ലഭിക്കാൻ തുടങ്ങി. ഇതിനെ അവർ മഹാകോള എന്ന പേരിൽ പരസ്യപ്പെടുത്തി. ഈ ചെറിയ സ്ട്രാറ്റജിയുടെ ഫലമായി കോള വിപണിയിൽ തംസപ്പ് ഒന്നാമതെത്തി. കാമ്പക്കോളയ്ക്ക് അവരുടെ വിപണി വിഹിതം നഷ്ടപ്പെടാനും തുടങ്ങി. 1980 ആയപ്പോൾ ഡിക്സി കോള, ടൊറീനോ, ബൊവെൻഡോ തുടങ്ങിയ നിരവധി കമ്പനികളും വിപണിയിൽ പ്രവേശിച്ചിരുന്നു. പക്ഷെ അവയ്ക്കൊന്നും തംസപ്പിന്റെ മാർക്കറ്റ് ഷെയറിന് ഒരു കുറവും വരുത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ പെപ്സി ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഗവൺമെന്റ് പെപ്സിയുടെ ആവശ്യം നിരസിക്കുകയായിരുന്നു. അവസാനം 5 വർഷത്തെ ചർച്ചയ്ക്കും പാർലമെന്റിലെ 20 പ്രാവശ്യത്തെ സംവാദത്തിനു ശേഷം 1988 രാജീവ് ഗാന്ധി ഗവൺമെന്റ് പെപ്സിക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകി. ഇന്ത്യയുടെ
ഇന്ത്യയുടെ വാതിലുകൾ തുറന്നെങ്കിലും അത് രാജ്യത്ത് വലിയ സംഘർഷമായി മാറി. കാരണം കൊക്കക്കോളയ്ക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത ജോർജ് മാത്യു ഫെർണാണ്ടസ് അടുത്ത സർക്കാർ തന്റേതായിരിക്കുമെന്നും പെപ്സി ഇവിടെ വന്നാൽ അവരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഈ ഭീഷണി നിലനിന്നിട്ടും ഇന്ത്യയിൽ പെപ്സി പഞ്ചാബ് അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനുമായും വോൾട്ടാസ് ഇന്ത്യ ലിമിറ്റഡുമായും ജോയിന്റ് വെഞ്ചർ ആരംഭിക്കാൻ തീരുമാനിച്ചു. കാരണം ആ സമയത്ത് ഇന്ത്യൻ വിപണിയിൽ ഒരു വിദേശ ബ്രാൻഡ് പോലും ഇല്ലെന്നും അതുകൊണ്ട് അത് അവർക്ക് വലിയൊരു അവസരമാണെന്നും പെപ്സി മനസ്സിലാക്കിയിരുന്നു. വിദേശിയായ പെപ്സിക്ക് ഒരു ദേശീയ ലുക്ക് കൊടുക്കാൻ വേണ്ടി അവർ അതിന് ലഹർ പെപ്സി എന്ന പേര് കൊടുത്തു. അതിനുശേഷം 1989 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാദളിന്റെ VP സിംഗ് പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ഇതോടുകൂടി പെപ്സി പേടിക്കാൻ തുടങ്ങി. ജോർജ് മാത്യു ഫെർണാണ്ടസ് വീണ്ടും ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആയാൽ കൊക്കക്കോളയുടെ ഗതി പെപ്സിക്കും വന്നേക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു. പക്ഷെ അവർ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. കാരണം പെപ്സിയുടെ നല്ല കാലത്തിന് ഇത്തവണ ജോർജ് മാത്യു ഫെർണാണ്ടസ് റെയിൽവേ മിനിസ്റ്ററായി. ഇതിനുശേഷം 1991 ഇന്ത്യൻ ഗവൺമെന്റ് ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ ആരംഭിച്ച് ആഭ്യന്തര വിപണി വിദേശ കമ്പനികൾക്കായി തുറന്നു കൊടുത്തു. ഈ അവസരം ഉപയോഗിച്ച് പെപ്സി പഞ്ചാബ് അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനുമായും വോൾട്ടാസ് ഇന്ത്യ ലിമിറ്റഡുമായും ഉണ്ടായിരുന്ന ജോയിന്റ് വെഞ്ചർ അവസാനിപ്പിച്ചു. അങ്ങനെ സമ്മർദ്ദമോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ലാതെ ഇന്ത്യയുടെ എല്ലാ കോണുകളിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് വിൽക്കാൻ അവർക്ക് സാധിച്ചു. താമസിയാതെ പെപ്സി തംസപ്പിന്റെ വലിയൊരു കോമ്പറ്റീറ്ററായി മാറി. പെപ്സി അവരുടെ പരസ്യങ്ങൾക്കായി ഇന്ത്യൻ ചലച്ചിത്ര താരം ജൂഹി ചൗളയുമായി കരാറിൽ ഏർപ്പെട്ടപ്പോൾ തംസപ്പ് പണം ചെലവഴിച്ചത് ക്രിക്കറ്റ് സ്പോൺസർഷിപ്പിന് വേണ്ടിയായിരുന്നു. ഇങ്ങനെ ഈ രണ്ട് കമ്പനികളും തമ്മിൽ മത്സരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ 1993 കൊക്കക്കോള ഇന്ത്യയിലേക്ക് റീ എൻട്രി നടത്തി. 3 കമ്പനികളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഈ മത്സരം കൊക്കക്കോളയും പെപ്സിയും തമ്മിൽ മാത്രമായി. കാരണം പാർലെയുടെ ഗോൾഡ് സ്പോട്ട്, ലിംക, തംസപ്പ് എന്നീ ബ്രാൻഡുകൾ $60 മില്യൺ കൊക്കക്കോള വാങ്ങിച്ചു. കൊക്കക്കോള ഇന്ത്യൻ വിപണിയിൽ വീണ്ടും പ്രവേശിച്ച സമയം നോക്കുകയാണെങ്കിൽ കോള വിഭാഗത്തിൽ തംസപ്പിന് 80% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു. ഒപ്പം ഗോൾഡ് സ്പോട്ട്, ലിംക എന്നിവയും അവരുടെ ജനപ്രിയ ഉൽപ്പന്നങ്ങളായിരുന്നു. ഇത്രയും നല്ല സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും പാർലെ അവരുടെ സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡുകൾ വിൽക്കാൻ നിർബന്ധിതരായത്? അതിന്റെ കാരണം നോക്കുകയാണെങ്കിൽ കൊക്കക്കോളയെ സംബന്ധിച്ചിടത്തോളം ഈ വിപണിയിൽ കാലുറപ്പിക്കാൻ അവർക്ക് 2 ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് പതിയെ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നു. അതായത് സ്വന്തം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നു, കാലക്രമേണ അവരുടെ കസ്റ്റമർ ബേസ് വർദ്ധിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ നിലവിൽ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ പാക്കേജിങ്ങും ബ്രാൻഡിങ്ങും വിതരണവും ഒക്കെ ഉള്ളവരെ വശീകരിച്ച് അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ വളരെ സമയമെടുക്കുന്നതായതുകൊണ്ടും കൊക്കക്കോളയ്ക്കാണെങ്കിൽ എത്രയും വേഗം മാർക്കറ്റിൽ അവരുടെ സ്ഥാനവും പാരമ്പര്യവും സ്ഥാപിക്കേണ്ടതുള്ളതുകൊണ്ടും അവർ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. സുഹൃത്തുക്കളെ, അന്ന് തംസപ്പിന് 80% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവരുടെ ബിസിനസ് മോഡലുകളിൽ ചില പ്രധാന പോരായ്മകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അവർക്ക് 62 ബോട്ടിലറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ തംസപ്പിന്റെ ഉടമസ്ഥതയിലുള്ളത് വെറും 4 എണ്ണം മാത്രമായിരുന്നു. ബാക്കിയുള്ള 58 ബോട്ടിലറുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയായിരുന്നു. കമ്പനിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് തംസപ്പിന്റെ നിർമ്മാണവും വിതരണവും മാത്രമാണ് നടത്തിയിരുന്നത്. ഈ പറഞ്ഞ തംസപ്പ് ബോട്ടിലർമാർക്ക് കൊക്കക്കോള ഉയർന്ന തുക വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരുടെ ഭാഗത്തേക്ക് എത്തിച്ചു. ഇക്കാരണത്താൽ തംസപ്പിന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള അത്രയും സോഫ്റ്റ് ഡ്രിങ്കുകൾ ഉൽപ്പാദിപ്പിക്കാനോ വിതരണം ചെയ്യാനോ അവർക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെയാണ് തംസപ്പിന് അവരുടെ മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെട്ടത്. ഇതോടുകൂടി കൊക്കക്കോളയെ പോലൊരു ഭീമനുമായി മല്ലിടാൻ പോയാൽ കമ്പനിക്ക് നഷ്ടമുണ്ടാകുമെന്ന് തംസപ്പിന് നേതൃത്വം നൽകിയ രമേശ് ചൗഹാന് മനസ്സിലാക്കാൻ അധികം താമസം ഉണ്ടായില്ല. അതിനാൽ വളരെ സങ്കടത്തോടെ തന്നെ രമേശ് ചൗഹാൻ തന്റെ ബ്രാൻഡ് കൊക്കക്കോളയ്ക്ക് വിട്ടുകൊടുത്തു. സുഹൃത്തുക്കളെ, തംസപ്പ് സ്വന്തമാക്കിയത് കൊക്കക്കോളയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട നേട്ടമായി മാറി. കാരണം അതിന്റെ ബോട്ടിലർമാരുടെ സഹായത്തോടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ തെരുവുകളിലും പ്രദേശങ്ങളിലും കൊക്കക്കോള എത്തി. കൂടാതെ കൊക്കക്കോളയ്ക്ക് മുന്നിൽ ഒരു കോമ്പറ്റീഷനും അവശേഷിച്ചിരുന്നില്ല. കാരണം അവർ വാങ്ങിയത് മാർക്കറ്റിലെ ലീഡറെ തന്നെയായിരുന്നു. അങ്ങനെ കൊക്കക്കോള ഇന്ത്യയിലുടനീളം അവരുടെ ശക്തമായ സാന്നിധ്യം സ്ഥാപിച്ചു. ഇതിനുശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മത്സരം, അതായത് കൊക്കക്കോള വേഴ്സസ് പെപ്സി വാർ, ഇന്ത്യയിലും കണ്ടു തുടങ്ങി. 1996 ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് സംഘടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിക്കറ്റിനോടുള്ള ഇന്ത്യക്കാരുടെ ആവേശം കൊക്കക്കോള മനസ്സിലാക്കി. അതോടുകൂടി വേൾഡ് കപ്പിന്റെ മെയിൻ സ്പോൺസർ ആവാൻ കൊക്കക്കോള തീരുമാനിച്ചു. പെപ്സിയും അതിനൊപ്പം സ്പോൺസർഷിപ്പ് നേടാൻ ശ്രമിച്ചെങ്കിലും അവസാനം ഈ സ്പോൺസർഷിപ്പ് കൊക്കക്കോളയുടെ കൈകളിൽ തന്നെ എത്തി. ഈ ക്യാമ്പയിനായി കൊക്കക്കോള ധാരാളം പണം ചെലവഴിച്ചു. നസ്രത്ത് ഫത്തേ അലി ഖാന്റെ ശബ്ദത്തിൽ ഒരു ക്യാമ്പയിൻ സോങ് നിർമ്മിച്ചു. കൂടാതെ ധാരാളം പോസ്റ്ററുകളും ബാനറുകളും ഒപ്പം പരസ്യ ചിത്രങ്ങളും പുറത്തിറക്കി. പെപ്സിക്ക് ഈ സ്പോൺസർഷിപ്പ് ലഭിച്ചില്ലെങ്കിലും അവരും ഈ അവസരം മുതലെടുക്കുകയും എല്ലാ മത്സരങ്ങളിലും മാക്സിമം പെപ്സിയുടെ പരസ്യങ്ങൾ നൽകുകയും ഈ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പെപ്സി അവരുടെ ഈ ഒരു ക്യാമ്പയിനിൽ നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ് എന്ന ഒരു ടാഗ് ലൈൻ ഉപയോഗിച്ച് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സ്പോൺസറായ കൊക്കക്കോളയെ പരിഹസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ രണ്ട് ബ്രാൻഡുകളും തമ്മിൽ ഈ രീതിയിൽ പോരാട്ടം തുടർന്നു.
ഒരു വശത്ത് പെപ്സി സച്ചിന്റെയും ഷാരൂഖിന്റെയും ജനപ്രീതി ഉപയോഗിച്ച് പരസ്യങ്ങൾ ചെയ്തപ്പോൾ മറുവശത്ത് കൊക്കക്കോള അമീർ ഖാനെയാണ് തിരഞ്ഞെടുത്തത്. സുഹൃത്തുക്കളെ, 2000-ന് ശേഷം കോള സെഗ്മെന്റിലേക്ക് പ്രവേശിക്കാൻ ഒരു പുതിയ ബ്രാൻഡിനും ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം കൊക്കക്കോളയും പെപ്സിയെയും നേരിടാൻ അത്ര എളുപ്പമല്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഷെയറിന്റെ വലിയൊരു ഭാഗം ഏറെക്കാലം ഇരുവരുടെയും കൈപ്പിടിയിലായിരുന്നു. എന്നിരുന്നാലും ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം 2016-ൽ ഫിസി ഡ്രിങ്ക്സ് വിപണിയിൽ പ്രവേശിക്കാൻ ബിസ്ലറി തീരുമാനിച്ചു. അവരുടെ സബ് ബ്രാൻഡായ ബിസ്ലറി പോപ്പ് വഴി ലിമോണാറ്റ, പീന കൊളാഡ, ഫോൺസോ, സ്പൈസി എന്നിങ്ങനെ 4 ഡിഫറെന്റ് സോഫ്റ്റ് ഡ്രിങ്കുകൾ പുറത്തിറക്കി. പക്ഷേ ഈ ഉൽപ്പന്നങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പ്രോഡക്റ്റുകളെല്ലാം അടച്ചുപൂട്ടി. ഈ പറഞ്ഞ ഡ്രിങ്കിനെ കുറിച്ച് നിങ്ങളാരും ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം കോള സെഗ്മെന്റിൽ ഇവർക്ക് എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് കൊക്കക്കോളയും പെപ്സിയും എല്ലാം അടക്കി ഭരിക്കുന്ന കോള വിപണിയിൽ പ്രവേശിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണും. ഇത്തരത്തിൽ ഇന്നും ഇന്ത്യൻ വിപണിയിൽ പെപ്സിയും കൊക്കക്കോളയും തമ്മിൽ കോളാവാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വളരെ കാലമായിട്ട് യാതൊരു അറിവുമില്ലാതിരുന്ന ക്യാമ്പ കോള മുകേഷ് അംബാനിയുടെ പിന്തുണയോടുകൂടി രംഗത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ്. ഇനി വരും കാലങ്ങളിൽ ഈ കോളാവാറിന്റെ വിജയത്തെ തുടരുന്നത് പെപ്സിയും കൊക്കക്കോളയും തന്നെ ആയിരിക്കുമോ, അതോ മറ്റേതെങ്കിലും ബ്രാൻഡ് വന്ന് അവരുടെ സാമ്രാജ്യത്തെ തകർക്കുമോ? എന്തു തന്നെയായാലും അത് വളരെ രസകരമായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. വീഡിയോ കണ്ടതിന് നന്ദി.